കോളേജ് ബസ്സിൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നന്ദനയുടെ മനസ്സൊട്ടും ശാന്തമായിരുന്നില്ല. 2 ദിവസം മുമ്പ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒരു പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ പരിഭ്രമങ്ങൾ എല്ലാം മനസ്സിലൊതുക്കി കയ്യിൽ ചായക്കപ്പുമായി ലിവിംഗ് റൂമിലേക്ക് നടന്നു ചെന്ന് തൻ്റെ മുന്നിലിരുന്ന ആളെ കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, താൻ പഠിക്കുന്ന കോളേജിലെ ഏറ്റവും ഗൗരവക്കാരനായ മലയാളം പ്രൊഫസർ അഭിനവ് സാർ. പരസ്പരം സംസാരിക്കാൻ വീട്ടുകാർ സമയം തന്നപ്പോഴും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അഭിനവ് സാർ ശാന്തനായിട്ടാണ് ഇരുന്നതെങ്കിലും നന്ദന ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. വീട്ടുകാർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. വിവാഹം ഉറപ്പിച്ചു. ജാതകപ്രകാരം അടുത്ത മാസം തന്നെ വിവാഹം നടത്തണമെന്നാണ് മുതിർന്നവർ തീരുമാനിച്ചിരുന്നത്. പെണ്ണുകാണലിന് ശേഷം ഇന്ന് ആദ്യമായാണ് നന്ദന കോളേജിൽ വരുന്നത്. ഇന്നാണ് അഭിനവ് സാറിൻ്റെ പീരിയഡ് ഉള്ളത്. രാവിലെ മുതൽ നന്ദനയുടെ നെഞ്ചിടിപ്പ് സാധാരണയിലും വേഗത്തിലായിരുന്നു. "ഡീ നന്ദു, നീ ഇന്നെന്താ ഒരുമാതിരി ഇരിക്കുന്നേ, സുഖമില്ലേ?" അവളുടെ അടുത്ത സുഹൃത്ത് മീര ചോദിച്ചു. "ഏയ്, അതൊന്നുമില്ലടി." നന്ദന ഒഴിഞ്ഞുമാറി. കൃത്യം മണിയടിച്ചപ്പോൾ ഇടനാഴിയിലൂടെ ആ പരിചിതമായ കാൽപ്പെരുമാറ്റം കേട്ടു. കയ്യിൽ പുസ്തകങ്ങളുമായി അഭിനവ് സാർ ക്ലാസ്സിലേക്ക് നടന്നു വന്നു. നന്ദന അറിയാതെ ബെഞ്ചിൽ ഒതുങ്ങിയിരുന്നു. ഹൃദയം പുറത്തേക്ക് ചാടുമെന്ന അവസ്ഥയിലായിരുന്നു അവൾ. അഭിനവ് സാർ ക്ലാസ്സിലേക്ക് കയറി. എപ്പോഴും കാണാറുള്ള അതേ ഗൗരവം, അതേ വേഷവിധാനം. ക്ലാസ്സിലേക്ക് കയറിയ ഉടൻ അദ്ദേഹം പതിവ് പോലെ കുട്ടികളെ എല്ലാവരെയും ഒന്ന് നോക്കി. എന്നാൽ തൻ്റെ വധുവാകാൻ പോകുന്ന തൊട്ടു മുന്നിലെ ബെഞ്ചിലിരിക്കുന്ന നന്ദനയുടെ നേരെ അദ്ദേഹത്തിൻ്റെ നോട്ടം നീണ്ടതേയില്ല. ഒരു നിമിഷം പോലും അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അന്ന് അദ്ദേഹം പഠിപ്പിച്ചത് പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലോ ഭാവത്തിലോ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. യാന്ത്രികമായി ക്ലാസ് എടുത്തു തീർത്തു. നന്ദനയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അലയടിക്കാൻ തുടങ്ങി. എന്താണ് അഭിനവ് സാറിൻ്റെ മനസ്സിൽ? തൻ്റെ വിദ്യാർത്ഥിനിയായ എന്നെ ഒരു ഭാര്യയായി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? ക്ലാസ് കഴിഞ്ഞ് പുസ്തകങ്ങളും എടുത്ത് അദ്ദേഹം പുറത്തേക്ക് നടക്കുമ്പോഴും നന്ദന ആഗ്രഹിച്ച ആ ഒരു ചെറിയ നോട്ടം പോലും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ആ അവഗണന നന്ദനയുടെ ഉള്ളിൽ വലിയൊരു സങ്കടമായി മാറി. കൺകോണിൽ പൊടിഞ്ഞ ഒരു തുള്ളിക്കണ്ണീർ കൂട്ടുകാരികൾ കാണാതെ അവൾ പെട്ടെന്ന് തുടച്ചു മാറ്റി. വൈകുന്നേരം കോളേജ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ നന്ദനയുടെ മനസ്സിലാകെ അസ്വസ്ഥതയായിരുന്നു. നന്ദനയുടേത് ഒരു സാധാരണ ഇടത്തരം കുടുംബമാണ്. അച്ഛൻ രഘുനാഥൻ റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരനാണ്. അമ്മ സുജാത വീട്ടമ്മയും. ഒരേ ഒരു അനിയൻ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയുമാണ്. കടബാധ്യതകളും പ്രായമായ അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം നന്ദനയുടെ വിവാഹം നല്ലൊരു ആലോചന വരുമ്പോൾ നടത്തണമെന്നത് ആ കുടുംബത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അഭിനവ് സാറിൻ്റെ ആലോചന വരുന്നത്. വലിയൊരു തറവാട്ട് പാരമ്പര്യമുള്ള സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. വീട്ടിലെത്തിയ നന്ദനയെ കാത്ത് സുജാത ഉമ്മറത്തുണ്ടായിരുന്നു. "എന്താ മോളെ, മുഖമൊക്കെ വാടിയിരിക്കുന്നത്? കോളേജിൽ അഭിനവ് മോനെ കണ്ടിരുന്നോ? എന്തെങ്കിലും സംസാരിച്ചോ?" അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. "ഇല്ലമ്മേ, സാർ ക്ലാസ് എടുത്തുപോയി, അത്ര തന്നെ. ഞാൻ എങ്ങനെയാ കോളേജിൽ വെച്ച് സംസാരിക്കുന്നത്?" നന്ദന വിഷമത്തോടെ പറഞ്ഞു. അതേസമയം നഗരത്തിലെ വലിയൊരു തറവാട്ട് വീട്ടിൽ അഭിനവ് തൻ്റെ ലൈബ്രറി മുറിയിൽ ആലോചനയിലായിരുന്നു. ശ്രീനിലയം എന്ന ആ വലിയ വീടിൻ്റെ നാഥൻ അഭിനവാണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു. അമ്മ സാവിത്രി അമ്മ മാത്രമാണ് അവനുള്ളത്. ബസ്സിൽ കണിശക്കാരനായ പ്രൊഫസറാണെങ്കിലും അമ്മയ്ക്ക് മുന്നിൽ അവൻ വെറുമൊരു കുട്ടിയായിരുന്നു. സാവിത്രി അമ്മയ്ക്ക് കുറേ കാലമായി ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. തൻ്റെ ജീവൻ നിലനിൽക്കുമ്പോൾ തന്നെ മകനൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്ന അവരുടെ ആഗ്രഹമാണ് നന്ദനയിലേക്കുള്ള ആലോചന എത്തിച്ചത്. നന്ദനയുടെ കുടുംബത്തെക്കുറിച്ച് കേട്ടപ്പോഴേ സാവിത്രി അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അമ്മയുടെ ആഗ്രഹത്തിന് അഭിനവ് സമ്മതിക്കുകയായിരുന്നു. "അഭിനവേ, നീ എന്താ ആലോചിക്കുന്നത്? നന്ദന മോളെ നിനക്ക് ഇഷ്ടമായില്ലേ?" അത്താഴത്തിന് വിളിക്കാൻ വന്ന സാവിത്രിയമ്മ ചോദിച്ചു. അഭിനവ് അമ്മയെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. "എനിക്ക് എതിർപ്പൊന്നുമില്ലമ്മേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കും ഇഷ്ടമാണ്." പിറ്റേന്ന് കോളേജിലെത്തിയ നന്ദനയ്ക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അഭിനവ് സാർ തന്നെ വിവാഹം കഴിക്കുന്നത് അമ്മയുടെ നിർബന്ധം കൊണ്ടാണോ അതോ തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് അവൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ ഒരു തീരുമാനമെടുത്തു. സ്റ്റാഫ് റൂമിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കാണുക. ഉച്ചസമയത്ത് മറ്റ് അധ്യാപകർ ആരുമില്ലാത്ത നേരം നോക്കി നന്ദന സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കലെത്തി. അകത്ത് അഭിനവ് സാർ മാത്രം ഒരു പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. അവൾ പതുക്കെ വാതിലിൽ മുട്ടി. "സാർ, അകത്തേക്ക് വരട്ടെ?" അഭിനവ് തലയുയർത്തി നോക്കി. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗരവം അല്പം കുറഞ്ഞു. "വരൂ നന്ദന." നന്ദന പതുക്കെ അകത്തേക്ക് കയറി. "സാർ, നമ്മൾ തമ്മിലുള്ള വിവാഹം
വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അഭിനവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. പുറത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ശാന്തമായി പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇത് പറ്റിയ സ്ഥലമല്ല നന്ദന. നീ ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥിനിയാണ്. മറ്റുള്ളവർ കണ്ടാൽ അനാവശ്യ സംസാരങ്ങൾക്ക് വഴിയൊരുങ്ങും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാം. ആ വാക്കുകൾ നന്ദനയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവൾക്ക് കണ്ണുനീർ അടക്കാനായില്ല. തന്നെ ഒരു വധുവായി കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലെന്നായിരുന്നു അവളുടെ തോന്നൽ. കണ്ണീരോടെ അവൾ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പക്ഷേ ആ കാഴ്ച ദൂരെ നിന്ന് രണ്ടുപേർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലെ കുസൃതിക്കാരനായ അരുണും അവൻ്റെ സുഹൃത്തും. ഡാ, നീ കണ്ടോ? അത് നന്ദനയല്ലേ? അരുൺ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എന്തോ സാറിനോട് സംസാരിക്കാൻ വന്നതാവും, സുഹൃത്ത് നിസ്സാരമായി പറഞ്ഞു. അത്ര ലളിതമല്ല. സാറിനോട് സംസാരിച്ചിട്ട് ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമോ? അരുണിൻ്റെ മനസ്സിൽ സംശയങ്ങൾ വളരാൻ തുടങ്ങി. അടുത്ത ദിവസം കോളേജിലെത്തിയപ്പോൾ തന്നെ അവൻ അന്വേഷണം തുടങ്ങി. കോളേജിലെ എല്ലാ വിശേഷങ്ങളും അറിയുന്ന ഓഫീസ് ജീവനക്കാരനിൽ നിന്ന് അവനൊരു പ്രധാന വിവരം കിട്ടി. അഭിനവ് സാറിൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്നും പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന ആളാണെന്നും പേര് മാത്രം ആർക്കും അറിയില്ല. അത് കേട്ടതോടെ അരുണിൻ്റെ സംശയം ഉറപ്പായി. സ്റ്റാഫ് റൂമിൽ നിന്നുള്ള നന്ദനയുടെ കരച്ചിലും അവളുടെ കയ്യിലെ മോതിരവും എല്ലാം ചേർത്ത് അവൻ സ്വന്തം കഥ ഉണ്ടാക്കി. അന്നു മുതൽ ക്യാമ്പസിൽ ഒരു ഗോസിപ്പ് പരക്കാൻ തുടങ്ങി. നന്ദനയും അഭിനവ് സാറും രഹസ്യ പ്രണയത്തിലാണ്. അറിയാതെ തന്നെ നന്ദനയുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രശ്നം കടന്നു വരികയായിരുന്നു. പിറ്റേന്ന് രാവിലെ നന്ദന കോളേജിലെത്തിയപ്പോൾ അന്തരീക്ഷം ആകെ മാറിയതുപോലെ അവൾക്ക് തോന്നി. വരാന്തയിലൂടെ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവളെ നോക്കി എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു. ചിലർ പരിഹാസത്തോടെ ചിരിക്കുകയും ചെയ്തു. ക്ലാസ് മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ വലിയൊരു ചർച്ച തന്നെ നടക്കുകയായിരുന്നു. നന്ദന അകത്തേക്ക് കയറിയതും ആ ചർച്ച പെട്ടെന്ന് നിന്നു. എല്ലാവരുടെയും നോട്ടം അവളുടെ കയ്യിലെ മോതിരത്തിലേക്കായിരുന്നു. അപ്പോഴാണ് മീര ഓടി വന്ന് അവളുടെ കൈപിടിച്ചത്. നന്ദു, നീ എന്നോട് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ? മീരയുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എന്താ മീരെ? നന്ദന ഭയത്തോടെ ചോദിച്ചു. ക്യാമ്പസ് മുഴുവൻ ഇപ്പോൾ ഒരു വാർത്തയാണ്. നീയും അഭിനവ് സാറും തമ്മിൽ പ്രണയത്തിലാണെന്നും വീട്ടുകാർ അറിയാതെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും എല്ലാവരും പറയുന്നു. ഇന്നലെ നീ സ്റ്റാഫ് റൂമിൽ നിന്ന് പോയതും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതും എല്ലാം അരുൺ പറഞ്ഞു നടക്കുകയാണ്. മീര പറഞ്ഞത് കേട്ട് നന്ദനയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. പ്രണയവുമല്ല, രഹസ്യ വിവാഹവുമല്ല, മാന്യമായി വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമായിരുന്നു അത്. പക്ഷേ അത് ഇപ്പോൾ ഗോസിപ്പായി മാറിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് ഇടനാഴിയിലൂടെ കയ്യിൽ പുസ്തകങ്ങളുമായി അഭിനവ് സാർ വരുന്നത് അവൾ കണ്ടത്. വിദ്യാർത്ഥികൾ സാറിനെയും നന്ദനയെയും മാറി മാറി നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അഭിനവ് സാർ ഒന്നും അറിയാത്ത ഭാവത്തിൽ ക്ലാസ്സിലേക്ക് കയറി. എന്നാൽ നന്ദനയുടെ ചുവന്ന കണ്ണുകളും ഭയന്ന മുഖവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നന്ദന, ക്ലാസ്സിലേക്ക് കയറിയിരിക്കൂ, തികച്ചും ഔദ്യോഗികമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. അവൾ മെല്ലെ നടന്ന് തൻ്റെ സീറ്റിലിരുന്നു. ക്ലാസ് തുടങ്ങിയെങ്കിലും കുട്ടികളുടെ ശ്രദ്ധ പാഠഭാഗത്തിലായിരുന്നില്ല. അരുൺ ഉൾപ്പെടെയുള്ള ചിലർ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അഭിനവ് സാറിന് എന്തോ അസ്വാഭാവികത തോന്നിയെങ്കിലും അദ്ദേഹം ഒന്നും പ്രകടിപ്പിച്ചില്ല. അടുത്ത പീരീഡ് അദ്ദേഹത്തിന് ക്ലാസ് ഇല്ലായിരുന്നു. സ്റ്റാഫ് റൂമിൽ എത്തിയപ്പോൾ ചില അധ്യാപകരുടെ നോട്ടത്തിൽ പോലും ഒരു വ്യത്യാസം അദ്ദേഹം ശ്രദ്ധിച്ചു. ഇംഗ്ലീഷ് വിഭാഗത്തിലെ ജോസഫ് സാർ കസേര വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അഭിനവ്, ഒരു കാര്യം ചോദിച്ചാൽ വിഷമിക്കരുത്. എന്താണ് സാർ? ക്യാമ്പസിൽ ചില സംസാരങ്ങൾ കേൾക്കുന്നു. താനും ഫൈനൽ ഇയറിലെ നന്ദനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിനവിൻ്റെ മുഖം ഗൗരവമായി. എന്ത് സംസാരം? നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്നും വീട്ടുകാർ അറിയാതെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും കുട്ടികൾ പറയുന്നു. അത് കേട്ടപ്പോൾ അഭിനവിൻ്റെ ഉള്ളിൽ ദേഷ്യം കത്തിയെങ്കിലും അദ്ദേഹം നിയന്ത്രിച്ചു. കുട്ടികളുടെ ഗോസിപ്പുകൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. സത്യം എന്താണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും അറിയാം. അതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. അതേസമയം നന്ദനയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. ചിലർ അവളെ നോക്കി അടക്കം പറയുകയായിരുന്നു. അഭിനവ് സാറിൻ്റെ സ്പെഷ്യൽ സ്റ്റുഡൻറ്റ്, പരീക്ഷയിൽ മാർക്ക് ഉറപ്പല്ലേ? അങ്ങനെയുള്ള വാക്കുകൾ അവളുടെ കാതുകളിൽ വീണു. അവസാനം കണ്ണുനീർ പിടിച്ചു നിർത്താൻ കഴിയാതെ അവൾ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഓടി. ലേഡീസ് വെയിറ്റിംഗ് റൂമിൻ്റെ ഒരു മൂലയിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ അവളുടെ ഹൃദയം തകർന്നു. ഈ വാർത്ത വീട്ടിലറിഞ്ഞാൽ എന്താകും? വിവാഹം പോലും മുടങ്ങുമോ? ആ ഭയം അവളെ കൂടുതൽ തളർത്തി. വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷവും അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. രാത്രി 7 മണിയോടെ അവളുടെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അഭിനവ് സാർ. വിറയുന്ന കൈകളോടെ അവൾ ഫോണെടുത്തു. ഹലോ സാർ. നന്ദന, നീ കരയുകയാണോ? അപ്പുറത്തു നിന്ന് വന്ന ശബ്ദം പതിവിലെ ഗൗരവമല്ലായിരുന്നു. അതിൽ കരുതലുണ്ടായിരുന്നു. അവൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ ഒന്നിനും മറുപടി പറയാൻ നിൽക്കേണ്ട. തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നാളെ ധൈര്യമായി കോളേജിലേക്ക് വരണം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു.
ആ വാക്കുകൾ നന്ദനയ്ക്ക് വലിയൊരു ആശ്വാസം നൽകി. എങ്കിലും രാത്രി നന്ദനയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അഭിനവ് സാറിൻ്റെ വാക്കുകൾ അവൾക്ക് ധൈര്യം നൽകിയെങ്കിലും പിറ്റേന്ന് കോളേജിൽ എന്ത് സംഭവിക്കുമെന്ന ഭയം മനസ്സിൽ നിറഞ്ഞിരുന്നു. രാവിലെ കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ വീണ്ടും പല നോട്ടങ്ങളും അവളെ പിന്തുടർന്നു. വരാന്തയുടെ ഒരു വശത്ത് അരുൺ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദനയെ കണ്ടതും അവൻ കൂട്ടുകാരെ നോക്കി ചിരിച്ചു. നന്ദന ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ വേഗം ക്ലാസ്സിലേക്ക് നടന്നു. ആദ്യ പീരീഡ് തുടങ്ങി. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് ഓഫീസ് ജീവനക്കാരൻ കയറി വന്നു. നന്ദന, പ്രിൻസിപ്പൽ സാർ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് ക്ലാസ് നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേരെയായി. മീര ഭയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. പേടിക്കണ്ട, എല്ലാം ശരിയാകും. എന്നാൽ നന്ദനയുടെ ഹൃദയം ശക്തമായി മിടിക്കുകയായിരുന്നു. അവൾ പതുക്കെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവൾ കണ്ടത് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹരികൃഷ്ണ സാറിനെയും ജനലരികിൽ കൈകെട്ടി നിൽക്കുന്ന അഭിനവ് സാറിനെയുമായിരുന്നു. വരൂ നന്ദന, പ്രിൻസിപ്പൽ ഗൗരവത്തോടെ പറഞ്ഞു. നന്ദന അകത്തേക്ക് കയറി നിൽക്കുകയായിരുന്നു. നിന്നെയും അഭിനവ് സാറിനെയും കുറിച്ച് ചില വാർത്തകൾ ക്യാമ്പസിൽ പരക്കുന്നുണ്ട്. ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് കോളേജിൻ്റെ അന്തസ്സിനെ ബാധിക്കും. നിനക്ക് എന്താണ് പറയാനുള്ളത്? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ പുറത്തു വരുന്നില്ല. അപ്പോഴാണ് ഇതുവരെ നിശബ്ദനായി നിന്നിരുന്ന അഭിനവ് മുന്നോട്ട് വന്നത്. സാർ, ഈ കുട്ടിക്ക് ഇതിലൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും ഉറച്ചതായിരുന്നു. പ്രിൻസിപ്പൽ അദ്ദേഹത്തെ നോക്കി. അതെന്താ അഭിനവ്? അഭിനവ് ഒരു നിമിഷം നന്ദനയെ നോക്കി. ശേഷം പ്രിൻസിപ്പലിനെ അഭിമുഖമായി നിന്നു. ക്യാമ്പസിൽ പരക്കുന്ന വാർത്തകളിൽ പകുതി സത്യവും പകുതി നുണയുമാണ്. പ്രിൻസിപ്പൽ പുരികം ചുളിച്ചു. ാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും നന്ദനയും പ്രണയത്തിലാണെന്നത് നുണയാണ്. പക്ഷേ അദ്ദേഹം ഒരു നിമിഷം നിർത്തി. ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നത് സത്യമാണ്. നന്ദന ഞെട്ടി. പ്രിൻസിപ്പലും അതിശയത്തോടെ അദ്ദേഹത്തെ നോക്കി. അഭിനവ് തൻ്റെ ഫയലിൽ നിന്ന് ഒരു കവറെടുത്തു. അതിൽ നിന്ന് മനോഹരമായ ഒരു വിവാഹ ക്ഷണക്കത്ത് പുറത്തെടുത്തു. അടുത്ത മാസം ഞങ്ങളുടെ വിവാഹമാണ്. ഇരു കുടുംബങ്ങളും ചേർന്ന് തീരുമാനിച്ച ബന്ധമാണിത്. കോളേജിൻ്റെ അന്തസ്സും അച്ചടക്കവും കണക്കിലെടുത്താണ് ഞങ്ങൾ ഇത് രഹസ്യമാക്കി വെച്ചത്. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് പ്രിൻസിപ്പലിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അഭിനന്ദനങ്ങൾ അഭിനവ്, ഇത് നല്ലൊരു വാർത്തയല്ലേ? അദ്ദേഹം ക്ഷണക്കത്ത് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. ശേഷം മുഖം വീണ്ടും ഗൗരവമായി. പക്ഷേ അടിസ്ഥാനമില്ലാത്ത ഗോസിപ്പുകൾ പരത്തിയവരെ വെറുതെ വിടാൻ പറ്റില്ല. അദ്ദേഹം ഇന്റർകോം എടുത്തു. അരുണിനെ ഉടൻ ഓഫീസിലേക്ക് അയക്കൂ. 5 മിനിറ്റിനകം അരുൺ ഓഫീസിലേക്ക് കയറി. അവൻ്റെ മുഖത്ത് ഇപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ മേശപ്പുറത്തിരുന്ന വിവാഹ ക്ഷണക്കത്ത് കണ്ടതും അവൻ്റെ മുഖത്തെ നിറം മാറി. അരുൺ, പ്രിൻസിപ്പൽ കർക്കശമായി വിളിച്ചു. നീ ക്യാമ്പസിൽ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ച് നടന്നത്? അരുണിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. സാർ, ഞാൻ മിണ്ടരുത്. സത്യമറിയാതെ ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിനിയുടെയും പേരിൽ അപവാദം പ്രചരിപ്പിച്ചത് വലിയ തെറ്റാണ്. അരുൺ തല താഴ്ത്തി. അവന് തൻ്റെ തെറ്റ് മനസ്സിലായിരുന്നു. അവൻ പതുക്കെ നന്ദനയുടെ നേരെ തിരിഞ്ഞു. സോറി നന്ദന. ശേഷം അഭിനവിൻ്റെ നേരെ നോക്കി. സോറി സാർ. അഭിനവ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം വെറുതെ അവനെ നോക്കി നിന്നു. ആ നോട്ടം തന്നെ അരുണിന് വലിയ ശിക്ഷയായി തോന്നി. ഇനി ഇങ്ങനെയൊരു കാര്യം ആവർത്തിക്കരുത്. പ്രിൻസിപ്പൽ അവസാന താക്കീത് നൽകി. അരുൺ തലകുനിച്ച് പുറത്തേക്ക് പോയി. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നന്ദനയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ഇത്ര വലിയ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് അഭിനവ് സാറായിരുന്നു. വരാന്തയുടെ അറ്റത്തെത്തിയപ്പോൾ അഭിനവ് നടപ്പ് നിർത്തി. ആദ്യമായി നന്ദനയുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹം ചെറുതായി പുഞ്ചിരിച്ചു. ഇനി പേടി മാറിയോ? അദ്ദേഹം ചോദിച്ചു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലയാട്ടി. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, അഭിനവ് സാർ തന്നെ അവഗണിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിലെ തൻ്റെ ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ആ ദിവസത്തോടെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം കടന്നു വന്നു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വലിയ പരീക്ഷണം കൂടി ഒരുക്കി വച്ചിരുന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് അഭിനവ് സാർ സത്യം തുറന്നു പറഞ്ഞതോടെ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം മാറി. ഗോസിപ്പുകൾ എല്ലാം അവസാനിച്ചു. വിദ്യാർത്ഥികൾ ഇപ്പോൾ നന്ദനയെ കൗതുകത്തോടെയും സ്നേഹത്തോടെയും നോക്കാൻ തുടങ്ങി. മീരയും കൂട്ടുകാരികളും അവളെ കളിയാക്കിക്കൊണ്ട് വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. അരുൺ പോലും തൻ്റെ തെറ്റ് മനസ്സിലാക്കി മാറിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിവാഹത്തിൻ്റെ തീയതി അടുത്തു. ശ്രീനിലയം തറവാട്ടിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സാവിത്രി അമ്മയുടെ മുഖത്ത് ഏറെ നാളുകൾക്ക് ശേഷം സന്തോഷം തെളിഞ്ഞിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവർ പലപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം രാവിലെ സാവിത്രിയമ്മ അഭിനവിനോട് പറഞ്ഞു, നാളെ പട്ടുസാരി വാങ്ങാൻ പോകണം, നന്ദനയെയും കൂട്ടണം. അഭിനവ് ചിരിച്ചു. അമ്മയ്ക്ക് ആരോഗ്യം അത്ര നല്ലതല്ല, വിശ്രമിച്ചാൽ പോരെ? ഇല്ല,
എൻ്റെ മരുമകൾക്ക് വേണ്ട സാരി തിരഞ്ഞെടുക്കാൻ ഞാൻ തന്നെ വരും, സാവിത്രിയമ്മ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവസാനം അഭിനവ് സമ്മതിച്ചു. അന്ന് രാത്രി നന്ദനയ്ക്ക് അഭിനവിൻ്റെ ഫോൺ വന്നു. നാളെ രാവിലെ 10-ന് ടെക്സ്റ്റൈൽസിൽ എത്തണം, കല്യാണ സാരി എടുക്കാനാണ്. അഭിനവിൻ്റെ ശബ്ദത്തിൽ പതിവിലെ ഗൗരവം ഉണ്ടായിരുന്നെങ്കിലും അതിൽ കരുതലും ഉണ്ടായിരുന്നു. ശരി, നന്ദന പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദതയുണ്ടായി. ശേഷം അഭിനവ് ചോദിച്ചു, കോളേജിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാവർക്കും സന്തോഷമാണ്. അത് കേട്ട് അഭിനവും ആശ്വാസത്തോടെ ശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ നന്ദനയും മാതാപിതാക്കളും നഗരത്തിലെ വലിയ ടെക്സ്റ്റൈൽസ് ഷോറൂമിലെത്തി. അഭിനവും സാവിത്രി അമ്മയും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. സാവിത്രി അമ്മ നന്ദനയെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോൾ ഇഷ്ടമുള്ളത് തന്നെ എടുക്കണം, അവർ സന്തോഷത്തോടെ പറഞ്ഞു. സാരികൾ ഒന്നിനു പിന്നാലെ ഒന്നായി എടുത്തു കാണിച്ചു. അവസാനം മനോഹരമായ ഒരു ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയിൽ നന്ദനയുടെ കണ്ണുകൾ ഉടക്കി. അത് കണ്ടപ്പോൾ അഭിനവും അതേ സാരിയിലേക്കാണ് നോക്കിയിരുന്നത്. ഇരുവരുടെയും ഇഷ്ടം ഒന്നാണെന്ന് മനസ്സിലായപ്പോൾ സാവിത്രിയമ്മയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ബില്ലിംഗ് കൗണ്ടറിലേക്ക് നടക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് സാവിത്രിയമ്മയുടെ മുഖം വിളറി. അവർ നെഞ്ചിൽ കൈവച്ചു. അഭിനവേ, ഒരു ദീനരോധനത്തോടെ അവർ മുന്നോട്ട് ആഞ്ഞു. അടുത്ത നിമിഷം നിലത്തേക്ക് വീണു. അമ്മേ, അഭിനവ് അലറി വിളിച്ചു. ഷോറൂമിലുണ്ടായിരുന്നവർ ഓടിക്കൂടി. എപ്പോഴും ധൈര്യത്തോടെ എന്ന അഭിനവ് ആ നിമിഷം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തകർന്നു പോയിരുന്നു. നന്ദനയും ഭയന്നുപോയി. എന്നാൽ അവൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. പരിഭ്രമിക്കരുത്, വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അഭിനവിൻ്റെ കാർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. സാവിത്രി അമ്മയുടെ തല നന്ദനയുടെ മടിയിലായിരുന്നു. അഭിനവ് ഒരു വാക്കുപോലും പറയാതെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. നഗരത്തിലെ പ്രശസ്ത ഹൃദ്രോഗ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ഡോക്ടർമാർ ചികിത്സ ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു. ഹൃദയാഘാതമാണ്, പക്ഷേ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. അടുത്ത 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വയ്ക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ആശ്വാസം തോന്നി. ഐസിയുവിന് പുറത്ത് കസേരയിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു അഭിനവ്. ആദ്യമായാണ് നന്ദന അദ്ദേഹത്തെ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ കാണുന്നത്. അവൾ പതുക്കെ അടുത്തേക്ക് നടന്നു. കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളക്കപ്പ് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇത് കുടിക്കൂ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അവൾ മൃദുവായി പറഞ്ഞു. അഭിനവ് അവളെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് ഈ ലോകത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. വാക്കുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നന്ദന പതുക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൈവച്ചു. ആദ്യമായാണ് അവൾ അദ്ദേഹത്തെ അങ്ങനെ സ്പർശിക്കുന്നത്. ആ സ്പർശനത്തിൽ വലിയൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ, അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും, അവൾ പറഞ്ഞു. അഭിനവ് അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം അവരുടെ ഇടയിലുള്ള അകലം അലിഞ്ഞുപോയി. ഒരു അധ്യാപകനും വിദ്യാർത്ഥിനിയും അല്ല, ജീവിതം ഒരുമിച്ച് നേരിടാൻ പോകുന്ന 2 ഹൃദയങ്ങളായി അവർ മാറുകയായിരുന്നു. എന്നാൽ പിറ്റേന്ന് സാവിത്രിയമ്മ പറയാൻ പോകുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കാനിരിക്കുകയായിരുന്നു. ആശുപത്രിയിലെ ആ രാത്രി ആരും ശരിക്ക് ഉറങ്ങിയില്ല. ഐസിയുവിന് പുറത്തുള്ള കസേരയിൽ അഭിനവ് ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഡോക്ടർമാരോട് വിവരങ്ങൾ ചോദിക്കുകയും വീണ്ടും നിശബ്ദനാവുകയും ചെയ്തു. നന്ദനയും മാതാപിതാക്കളും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഡോക്ടർമാർ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. രോഗിക്ക് ബോധം വീണിട്ടുണ്ട്. അത് കേട്ടതും അഭിനവിൻ്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. ഡോക്ടറുടെ അനുമതിയോടെ അഭിനവും നന്ദനയും ഐസിയുവിനുള്ളിലേക്ക് കയറി. കിടക്കയിൽ കിടക്കുന്ന സാവിത്രിയമ്മ ക്ഷീണിതയായിരുന്നെങ്കിലും ഇരുവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദൈവത്തിന് നന്ദി, അവർ പതുക്കെ പറഞ്ഞു. ശേഷം നന്ദനയുടെ കൈപിടിച്ച് അഭിനവിൻ്റെ കൈയോട് ചേർത്തു. നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. അഭിനവ് അമ്മയെ ശാന്തമാക്കാൻ ശ്രമിച്ചു. അമ്മ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട. പക്ഷേ സാവിത്രിയമ്മ തലകുനിക്കി. ഇല്ല, എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. മുറിയിലാകെ നിശബ്ദത പടർന്നു. വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, അടുത്ത ആഴ്ച തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അമ്മേ, അഭിനവ് എന്തോ പറയാൻ ശ്രമിച്ചു. ഇല്ല മകനെ, നിന്റെ വിവാഹം കാണാതെ ഞാൻ ഇനി സമാധാനമായി ഇരിക്കില്ല. സാവിത്രി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർമാരും അവരെ കൂടുതൽ വിഷമിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഒടുവിൽ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. വലിയ ആഘോഷങ്ങളില്ലാതെ ആശുപത്രിക്ക് സമീപമുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുക. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. വിവാഹ ഒരുക്കങ്ങൾ ലളിതമായിരുന്നെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. അതേസമയം കോളേജിലും ഈ വാർത്ത എത്തി. അപ്പോൾ ആരും പഴയ ഗോസിപ്പുകൾ പറഞ്ഞിരുന്നില്ല. പകരം എല്ലാവരും സാവിത്രി അമ്മയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നൽകാനായി നന്ദനയും അഭിനവും കോളേജിലെത്തി. അവരെ കണ്ടപ്പോൾ അരുൺ മുന്നോട്ട് വന്നു. അവൻ്റെ മുഖത്ത് ഇപ്പോൾ കുറ്റബോധമല്ല, ആദരവായിരുന്നു. നന്ദന, അന്ന് ഞാൻ വലിയ തെറ്റ് ചെയ്തു, സോറി. നന്ദന പുഞ്ചിരിച്ചു. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാം.
കേട്ട് അരുൺ ആശ്വാസത്തോടെ ചിരിച്ചു. സാറിൻ്റെ അമ്മയ്ക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കിടയിൽ വിവാഹദിനം എത്തി. ആശുപത്രിക്ക് സമീപമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം ലളിതമായി അലങ്കരിച്ചിരുന്നു. വലിയ ജനക്കൂട്ടമോ ആഡംബരമോ ഒന്നുമില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം. നന്ദന അന്തത് ആ ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയായിരുന്നു. അവളെ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷം തെളിഞ്ഞു. അഭിനവ് കേരളീയ വേഷത്തിൽ അതീവ സുന്ദരനായി കാണപ്പെട്ടു. ഡോക്ടർമാരുടെ പ്രത്യേക അനുമതിയോടെ വീൽചെയറിൽ സാവിത്രി അമ്മയും ചടങ്ങിൽ പങ്കെടുത്തു. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മുഹൂർത്ത സമയം അടുത്തു. നന്ദന മണ്ഡപത്തിലേക്ക് നടന്നു. അഭിനവിൻ്റെ അരികിലിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിലുടക്കി. വാക്കുകളില്ലാതെ തന്നെ അവർ പലതും പറഞ്ഞു. പുരോഹിതൻ താലി കൈമാറി. സാവിത്രി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അഭിനവേ, എൻ്റെ മോളുടെ കഴുത്തിൽ താലി ചേർത്ത്, അവർ വിങ്ങലോടെ പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അഭിനവ് താലിയെടുത്തു. നന്ദന തലകുനിച്ചു. അടുത്ത നിമിഷം അവളുടെ കഴുത്തിൽ മംഗല്യസൂത്രം ാർന്നു. ക്ഷേത്രനാഥം മുഴങ്ങി. അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ നിറഞ്ഞു. ഇനി അവർ രണ്ടുപേരും ജീവിത പങ്കാളികളായിരുന്നു. എന്നാൽ ചടങ്ങുകൾ അവസാനിച്ച് എല്ലാവരും ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ ക്ഷേത്രമുറ്റത്തേക്ക് വന്ന രണ്ട് വലിയ ട്രാവലർ വാഹനങ്ങൾ അവരെ വീണ്ടും അത്ഭുതപ്പെടുത്താൻ പോകുകയായിരുന്നു. വാഹനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അഭിനവും നന്ദനയും ഒരുപോലെ അത്ഭുതപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, പ്രിൻസിപ്പൽ ഹരികൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നു. മീര, അരുൺ, ജോസഫ് സാർ തുടങ്ങി എല്ലാവരും അവിടെയുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളെ അറിയിക്കാതെ ഈ വിവാഹം നടത്തി തീർക്കാമെന്ന്? ഹരികൃഷ്ണൻ സാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഭിനവ് പുഞ്ചിരിച്ചു. സാർ, അമ്മയുടെ ആരോഗ്യസ്ഥിതി കാരണം ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് എല്ലാവരും നേരിട്ട് ഇവിടെ വന്നത്, ജോസഫ് സാർ പറഞ്ഞു. മീര ഓടി വന്ന് നന്ദനയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അരുൺ മുന്നോട്ട് വന്നത്. അവൻ്റെ കയ്യിൽ ഒരു വലിയ പൂച്ചെണ്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് എൻ്റെ ചെറിയ പ്രായശ്ചിത്തം, അവൻ വിനയത്തോടെ പറഞ്ഞു. അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് പൂച്ചെണ്ട് സ്വീകരിച്ചു. തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അദ്ദേഹം പറഞ്ഞു. അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആശുപത്രിയിലെ ചെറിയ ഹാളിൽ ഒരു ലളിതമായ ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചു, ഫോട്ടോകൾ എടുത്തു. ചിരികളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു വൈകുന്നേരമായിരുന്നു അത്. സാവിത്രി അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണീരോടെ പുഞ്ചിരിച്ചു. ഇനി എനിക്ക് സമാധാനമായി, അവർ പതുക്കെ പറഞ്ഞു. വൈകുന്നേരത്തോടെ ഡോക്ടർമാർ സാവിത്രി അമ്മയെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ നന്ദന ആദ്യമായി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വധുവായി കയറി. വലതുകാൽ വെച്ച് അകത്തേക്ക് കടന്നപ്പോൾ അവളുടെ മനസ്സിൽ പുതിയൊരു ലോകത്തിൻ്റെ തുടക്കമായിരുന്നു. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അവൾ ഉമ്മറത്ത് നിൽക്കുകയായിരുന്നു. മഴ പെയ്തു തോർന്ന കാറ്റ് മുറ്റത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. ക്യാമ്പസിൽ കണിശക്കാരനായിരുന്ന അഭിനവ് സാർ വീട്ടിൽ എങ്ങനെയായിരിക്കും? അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ 2 കപ്പ് ചായയുമായി വരുന്ന അഭിനവിനെ അവൾ കണ്ടു. എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദന ഒന്നും പറഞ്ഞില്ല. അഭിനവ് ഒരു കപ്പ് ചായ അവൾക്ക് നൽകി. ഞാനാണ് ഉണ്ടാക്കിയത്, രുചി എങ്ങനെയാണെന്ന് അറിയില്ല, അദ്ദേഹം ചിരിച്ചു. നന്ദന അത്ഭുതപ്പെട്ടു. നിങ്ങളാണോ ചായ ഉണ്ടാക്കിയത്? അതിലെന്താ ഇത്ര അത്ഭുതം? അഭിനവ് ചോദിച്ചു. ശേഷം കുറച്ചു നേരം അവളെ നോക്കി നിന്നു. ഒരു കാര്യം പറയട്ടെ, ഇനി വീട്ടിൽ വെച്ച് എന്നെ സാറെന്ന് വിളിക്കരുത്. നന്ദന ഞെട്ടി. പിന്നെ? അവൾ പതുക്കെ ചോദിച്ചു. അഭിനവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നെ അഭിയേട്ടൻ എന്ന് വിളിച്ചാൽ മതി, അദ്ദേഹം തമാശയായി പറഞ്ഞു. നന്ദന അറിയാതെ ചിരിച്ചു. അറമായിരുന്നെങ്കിലും അവരെ കാത്ത് മറ്റൊരു വലിയ പരീക്ഷണം കൂടി മുന്നിലുണ്ടായിരുന്നു. അത് അവരുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും പരീക്ഷിക്കുന്ന ഒന്നായിരുന്നു. വിവാഹശേഷം ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ കടന്നുപോയി. നന്ദന പഠനത്തിലും വീട്ടുകാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധിച്ചു. സാവിത്രി അമ്മയുടെ ആരോഗ്യവും പതുക്കെ മെച്ചപ്പെട്ടു. അതേസമയം കോളേജിൽ ഫൈനൽ പരീക്ഷയുടെ ഫലത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ടും ചിലർ പിന്നെയും കുശുകുശുക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പലിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും അവൾക്ക്. വീട്ടിൽ അധ്യാപകൻ തന്നെയല്ലേ? ഇങ്ങനെയുള്ള വാക്കുകൾ നന്ദനയുടെ കാതുകളിലും എത്തി. പക്ഷേ ഇത്തവണ അവൾ തളർന്നില്ല. അഭിനവിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. സത്യസന്ധതയ്ക്ക് അവസാനം വിജയമുണ്ടാകും. അവൾ ക്ഷമയോടെ കാത്തിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി പരീക്ഷാഫലം വന്ന ദിവസം കോളേജ് മുഴുവൻ ആവേശത്തിലായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ നന്ദനയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചില്ല. പകരം അവൾക്ക് മികച്ച മാർക്ക് ലഭിച്ചെങ്കിലും 1ാം റാങ്ക് നേടിയിരുന്നത് മറ്റൊരു വിദ്യാർത്ഥിനിയായിരുന്നു. പലരും അത്ഭുതപ്പെട്ടു. ഭർത്താവ് തന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടും 1ാം റാങ്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിലർ പരിഹസിച്ചു. എന്നാൽ അന്നത്തെ കോളേജ് ചടങ്ങിൽ അഭിനവ് സാർ വേദിയിലേക്ക് കയറി പറഞ്ഞു. ജീവിതത്തിൽ വിജയമെന്നത് 1ാം റാങ്ക് നേടുന്നതല്ല, സത്യസന്ധത, കൈവിടാതെ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിജയം. അത് കേട്ട് മുഴുവൻ ഹാളും നിശബ്ദമായി. അഭിനവ് സാർ തുടർന്നു.
നന്ദന എൻ്റെ ഭാര്യയാണ്. പക്ഷേ പരീക്ഷാ ഹാളിൽ അവൾ എൻ്റെ വിദ്യാർത്ഥിനി മാത്രമായിരുന്നു. ബന്ധങ്ങളെക്കാൾ വലിയതാണ് കർത്തവ്യവും സത്യസന്ധതയും. ആ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു. അരുൺ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സാർ, ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഒരു വലിയ പാഠം കിട്ടി. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് പ്രശസ്തിയോ റാങ്കോ അല്ല, മറിച്ച് വിശ്വാസവും സത്യസന്ധതയുമാണെന്ന്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അഭിനവ് നന്ദനയോട് ചോദിച്ചു, നിനക്ക് വിഷമമുണ്ടോ? നന്ദന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് കിട്ടിയത് ഒരു റാങ്കിനേക്കാൾ വലിയ ബഹുമതിയാണ്. വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു അഭിനവും നന്ദനയും. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. ശേഷം നന്ദന ചോദിച്ചു, അഭിയേട്ടാ, ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ? അഭിനവ് ചെറുതായി ചിരിച്ചു. ഇല്ല, കാരണം ആ പ്രശ്നങ്ങളാണ് നമ്മളെ ശക്തരാക്കിയത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തകർന്നു പോകാതെ സ്വന്തം സത്യത്തിൽ വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചു. നന്ദന പുഞ്ചിരിച്ചു. അത് ശരിയായിരുന്നു. വർഷങ്ങൾക്കു ശേഷം നന്ദന ഒരു പ്രശസ്ത അധ്യാപകയായി. അഭിനവ് കോളേജിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന പ്രൊഫസർമാരിൽ ഒരാളായി. സാവിത്രിയമ്മ സന്തോഷത്തോടെ അവരുടെ കൂടെ ജീവിച്ചു. ഒരു കാലത്ത് അപവാദം പറഞ്ഞവർ പോലും പിന്നീട് അവരുടെ വിജയകഥ പറഞ്ഞു നടന്നു. കാരണം സത്യം യാലും ജയിക്കും. അധ്വാനത്തിന് പകരം മറ്റൊന്നുമില്ല. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് സത്യം അറിയണം. വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം. അങ്ങനെ അഭിനവിൻ്റെയും നന്ദനയുടെയും ജീവിതം സന്തോഷത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ടു പോയി. പദങ്ങൾ താൽക്കാലികമാണ്, പക്ഷേ നല്ല സ്വഭാവവും സത്യസന്ധതയും ശാശ്വതമാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതല്ല പ്രധാനം, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ക്ഷമയും സത്യവും ഒടുവിൽ വിജയിക്കും. കഥ കേട്ടുകഴിഞ്ഞാൽ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്നെ അറിയിക്കണേ.